ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കണ്ണൂരുകാരുടെ സ്വന്തം കക്കിരിക്ക പെരക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. കക്കിരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുംബറിന് നമ്മൾ കണ്ണൂർ കക്കിരിക്ക എന്നാട്ടോ പറയാം. എല്ലാ നാട്ടിലും അതിന് എന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കുംബർ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് തൊലിയൊക്കെ കളഞ്ഞ് ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് ഇത്. അതുപോലെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. പുളിയൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഞാനിത് കക്കരിക്കൊക്കെ ചെറുതായിട്ട് ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഉള്ളീൻ്റെ പകുതി ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഇതൊന്നും നന്നായിട്ട് ഉപ്പ് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൽ തേങ്ങ ചിരകി അരക്കണം കേട്ടോ. ആ ഒരു പണി മാത്രമേ ഉള്ളൂ. സ്റ്റൗ പോലും കത്തിക്കണ്ട കേട്ടോ. നമ്മൾ ഈ കുക്കുംബർ വേവിച്ചെടുക്കുന്ന പോലും ഇല്ല. നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുന്നില്ല ആ ഒരു രീതിയിൽ തന്നെ. പിന്നെ നമ്മൾ തേങ്ങ എക്സ്ട്രാ അരച്ച് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് അതിൽ ഉപ്പൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണേ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലോട്ട് എരിവിന് ആവശ്യമായിട്ട് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്നെങ്ങാനും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഓൾറെഡി അതിൽ കട്ട് ചെയ്ത് ഇടുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിത് നല്ല പേസ്റ്റായിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അരച്ചെടുക്കാം. ഇനി ഇത് ഞാൻ ഈ കുക്കുംബർ കട്ട് ചെയ്ത് വെച്ച കുക്കുംബറിലോട്ട് ഞാൻ ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള തൈരും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ പുളി നോക്കിയിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തൈര് നന്നായി ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിൽ വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് തേങ്ങ കേട്ടോ, ഒരു 1/4 ടീസ്പൂണോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ കടുക് പൊട്ടിച്ചതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ വീട്ടിലൊരു കുക്കുംബർ എങ്ങാനും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ചോറിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട. എരിവും പുളിയും ഒക്കെ ഉള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.